എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലേ മൂന്നാക്കും? ഉണ്ടെങ്കിൽ വായ തുറന്ന് പറയ്. കൊള്ളാവല്ലോ. അമ്മമാര് കാണിക്കുന്ന കൊള്ളരായ്മകൾക്കെല്ലാം മക്കൾ മറുപടി പറയണം. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? നീ വിദ്യാഭ്യാസമില്ലാത്ത വിഡ്ഢിയാണെന്ന് സർവമാനം ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലേ ഈ പ്രായത്തിൽ പൊക്കടവും തൂക്കി പള്ളിക്കുടുത്തി പോകുന്നത് അതിനേക്കാൾ നാണം കെട്ടിടപാടാണ്. നീ ജീവിതത്തിൽ എരന്നു വാങ്ങിയ പാഠങ്ങളൊന്നും പോരാതെ ഇനി അങ്ങ് പള്ളിക്കുടുത്തി പോയി പഠിക്കണം അല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനും ചിരിക്കാനുമുള്ള കാരണമാകും അത് കേട്ടോ. പക്ഷേ ഈ പിള്ളേരുടെ കാര്യം അങ്ങനെയാണോ? അവർക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ? സുധേ, എല്ലാ കാര്യത്തിലും ഞാൻ ഈ കീർത്തനയുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞു തന്നെ ശരി. ഈ പ്രായത്തിൽ ഇനി സ്കൂളിൽ പോയാ എല്ലാരും നിന്നെ കളിയാക്കും. ഉറപ്പായിട്ടും. നാട്ടുകാര് പറയുന്നത് പറഞ്ഞോട്ടെ ശ്യാമളേച്ചി. എല്ലാവരുടെയും വായ അടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? സുധാമണിയുടെ കാര്യത്തിൽ എന്റെ ടെൻഷൻ അതല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇപ്പോ. ഇപ്പോഴത്തെ പഠിത്തമൊക്കെ സുധാമണിയുടെ തലേ കയറുമെന്ന എന്റെ പേടി. കേറും. ഇപ്പൊ ഞാൻ ശരിയായി. ഇപ്പൊ തന്നെ ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോ പുതിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ ചേച്ചിക്ക് എന്താ വട്ടുണ്ടോ? മക്കളെ വെറുപ്പിച്ച് എന്തിനാ ചേച്ചി ഉള്ള സമാധാനം കൂടി കളയുന്നേ? അല്ലെങ്കിൽ തന്നെ ഇനി പഠിച്ചിട്ട് എന്താ പ്രയോജനം? ചർച്ചയൊക്കെ ഇപ്പൊ നിർത്തിക്കൂ. ഒറ്റ ഒരു തന്നെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. പറഞ്ഞേക്കാം. എല്ലാരും കണ്ടല്ലോ. അപ്പോ ഏട്ടത്തി വലിയ കലിപ്പിലാണല്ലേ? പിന്നല്ലാതെ. അത് പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. പക്ഷെ അമ്മയുടെ കാര്യത്തില് നമുക്ക് എന്താണ് സഹറ ചെയ്യാൻ പറ്റുക? ഒന്നാലോചിച്ചാ ഇതിന്റെ യഥാർത്ഥ കാരണക്കാര് നമ്മള് തന്നെയാ ബാലോട്ട. ഓരോ തവണയും അമ്മയുടെ വിവരക്കേടിനെയും അറിവില്ലായ്മയും കുറിച്ച് പറഞ്ഞു അമ്മയെ പിരിയേറ്റിയത് നമ്മൾ തന്നെയാ. അപ്പോഴൊക്കെ അമ്മ ഇങ്ങനൊരു തീരുമാനത്തിലെത്തുമെന്ന് നമ്മൾ ചിന്തിക്കണമായിരുന്നു. അമ്മ സ്കൂളിൽ പോകാൻ പോകുന്നതും മറ്റുള്ളവരുടെ കുത്തുവാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഒക്കെ തികച്ചും അമ്മയുടെ വ്യക്തിപരമായ കാര്യമായിട്ടാ. അത് നമ്മളെ ഒരു തരത്തിലും ബാധിക്കാനേ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് അവിടെയല്ല സാഗരൻ. ഐ എം സീരിയസ്ലി വറീഡ് അബൌട്ട് മീനാക്ഷി. ഞാനും അതെ. അവൾ വല്ലാതെ അപ്സെറ്റാ. എങ്ങാനും അവളുടെ സ്കൂളിൽ അമ്മയ്ക്ക് അഡ്മിഷൻ കിട്ടിയാ അവളെ ഒരു രീതിയിലും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനാക്ഷിയുടെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങണമെന്ന് അമ്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും അമ്മ അത് വാങ്ങിയിരിക്കും. അത് ഉറപ്പാ. അത് പക്ഷേ ഏട്ടൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. സ്കൂൾ ഒരു പക്ഷെ അതിന് തയ്യാറായാൽ പോലും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടല്ലോ, സർക്കാരിന്റെ. അവിടെ നിന്ന് NOC കിട്ടാതെ അവർക്ക് അമ്മയെ കൊണ്ട് പബ്ലിക് എക്സാമിന് അപ്പിയർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് സ്കൂൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. ഒരു വശത്ത് അമ്മയും മറുവശത്ത് മീനാക്ഷി, ഇനി ഒരു ഭാഗത്ത് അപർണയും. തികഞ്ഞു. ഇവരുടെ ഇടയിൽ കിടന്ന് ഞാൻ എരിഞ്ഞ് തീരത്തേ ഉള്ളൂ. ഇത് പെണ്ണുങ്ങളുടെ ലോക ബ്രോ. ഇന്ന് തന്നെ കണ്ടില്ലേ മീനു അമ്മയോട് സംസാരിച്ച രീതി? അമ്മയ്ക്ക് എന്ത് തോന്നും, ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന് അവൾ ചിന്തിച്ചോ? അതും പോട്ടെ, അമ്മയുടെ ഫോൺ അവൾ ഒരിക്കലും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഏട്ടൻ അവളോടൊന്ന് സംസാരിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പരിധി കഴിഞ്ഞാ പിന്നെ അവള് നമ്മുടെ കയ്യിൽ നിന്നെന്ന് വരില്ല. ഞാൻ മീനുവിനോട് സംസാരിച്ചു നോക്കാം. എനിക്ക് ആ മാർത്താണ്ഡൻ പിള്ളയെ ഒന്ന് ഡീൽ ചെയ്യണം. അമ്മയോട് ഇന്ന് അയാൾ പറഞ്ഞ വർത്തമാനത്തിന് ഞാനൊരു 8ന്റെ പണി അയാൾക്ക് കൊടുക്കും ബാലുവേട്ട. ദയവ് ചെയ്ത് ഇനി നീയായിട്ടൊരു പ്രശ്നത്തിനും പോകരുത്. ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെയുണ്ട്. പക്ഷെ അയാളൊന്ന് പേടിക്കണം. അതിനു വേണ്ട പണി ഞാൻ ഒപ്പിക്കും. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഞാൻ ഉടനെ ഒന്നിനും പോകുന്നില്ല.
ആയുധം കൈ കൊണ്ടുവരുന്നാൽ മാത്രം മതി ബായി. എടുത്ത് പ്രയോഗിക്കൊന്നും വേണ്ട. നമ്മളോട് ആളുകൾക്ക് ഒരു പേടി തോന്നാൻ അതൊക്കെ ധാരാളം. എനിക്ക് മനസ്സിലായില്ല. ഒക്കെ വഴിയേ മനസ്സിലാവും. ഒക്കെ ഒരു നിമിത്തമാണെന്ന് കരുതിയാ മതി. വീണ്ടും ഞാൻ കിരണിനെ കണ്ടതും അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ അവൻ വരാൻ തയ്യാറായതും അപർണ മോളുടെ പാർട്ടിക്ക് അവനെ ക്ഷണിക്കാൻ തോന്നിയതൊക്കെ മറ്റു ചില കാര്യങ്ങളിലേക്കുള്ള സൂചനയാണെന്ന് വച്ചോളൂ യാമിനി. ഇതിപ്പോ എത്ര ഇൻസിഡന്റ് ആയി. അവള് കാണിക്കുന്നത് പ്രായത്തിന്റെ തിളപ്പാണെന്ന് വെക്കാം. നിങ്ങളോ? ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴെങ്കിലും ബാലുവല്ല അപർണയ്ക്ക് ചേർന്ന പയ്യനെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണ്ടേ? ആണും പെണ്ണുമായിട്ട് അവളൊരാളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇതാണ് അവളോടുള്ള നിങ്ങളെ ഈ മനോഭാവമാണ് നിങ്ങൾ പോലും അറിയാതെ അവള് നൈസായിട്ട് മുതലെടുക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യണോന്നാ സന്ദീപേട്ടൻ പറയുന്നത്? ഈ ഒറ്റമോൾ സെന്റിമെന്റ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ഒരമ്മയുടെ അധികാരത്തോടു കൂടി കുറച്ച് പ്രാക്ടിക്കലായിട്ട് അവളോട് സംസാരിക്കണം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണോ സന്ദീപേട്ടൻ കരുതുന്നത്? ചെയ്തിട്ടുണ്ടാവും. ബട്ട് നൗ ദ സിനാരിയോ ഈസ് ഡിഫറെന്റ്. എനിക്ക് മനസ്സിലായില്ല. പണ്ട് മുതലേ നീ ഇങ്ങനെയാ. നിന്റെ മട്ടും പാവൊക്കെ കണ്ടാലേ നിനക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നും. എടി പൊട്ടി, ഇന്ന് ബാലു അവളെ നിരാശപ്പെടുത്തിയപ്പോ അവളുടെ കൂടെ നിന്നതാരാ? കിരണല്ലേ? അങ്ങനെയെങ്കിലും അവര് കാണുകയും സംസാരിക്കുകയും ചെയ്തല്ലോ. നമ്മളൊന്ന് മനസ്സ് വെച്ചാ ആ പരിചയം ഒരു സൗഹൃദത്തിലേക്കും ഒരു കല്യാണത്തിലേക്കും വളർത്താൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ചാൻസായത്. നീ ആ റൂട്ടിലൊന്ന് പിടിച്ചു നോക്ക്. എന്റെ എല്ലാവിധ പിന്തുണയും നിനക്കുണ്ടാവും. അതൊരു ചെറിയ ടാസ്ക് അല്ല ഏട്ടാ. ബാലുവിനെ കിട്ടില്ല എന്ന് വന്നപ്പോ ജീവിതം അവസാനിപ്പിക്കാൻ പോയ പെണ്ണാവള്. അത്തരം മണ്ടത്തരങ്ങളൊക്കെ ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ കാണിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഡിഗ്രിക്ക് പഠിക്കുമ്പോ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്ന നീ ഓർമ്മിക്കുന്നുണ്ടോ? ഒരു മങ്ങിണി. മങ്ങിണിയല്ല, ആവണി. എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അവളൊരു മുട്ട ഏണിയായിരുന്നു. എന്നെ കിട്ടില്ല എന്ന് വന്നപ്പോ അവളും ഇതുപോലൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതല്ലേ. എന്നിട്ട് എന്തായി? ഇപ്പൊ വേറെ ഒരുത്തനെയും കിട്ടി എവിടെയോ സുഖമായി ജീവിക്കുന്നു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അവളെ പോലെ മന്ദബുദ്ധി അല്ല അപ്പു. തമാശ കളയും സന്ദീപേട്ട. എന്റെ മനസ്സില് വീണ്ടും ഒരു നേരിയ പ്രതീക്ഷ തോന്നുന്നു. എക്സാക്ട്ലി. ബാലുവിന്റെ താലി അപ്പുവിന്റെ കഴുത്തിൽ ഇതുവരെ വീണിട്ടില്ലല്ലോ. വീഴുന്നത് വരെ അവളെ നല്ല വഴിക്ക് നയിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യാമിനി. പക്ഷേ അതിനാദ്യം മഹേഷിനെ കൺവിൻസ് ചെയ്യിക്കണം. അതാണ് അപ്പുവിനേക്കാൾ വലിയ കടമ്പ. അനുഗ്രഹിക്കണം സാറേ. ഡോണ്ട് ഡു ദിസ്. എന്തിനാ സുധാമണി ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇപ്പൊ സാറാ എന്റെ ഗുരു, എന്റെ വഴികാട്ടി, എന്റെ ദൈവം. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഗുരുക്കന്മാരുടെ കാല് തൊട്ട് തൊഴുന്നത് ഒരു പ്രത്യേക ഐശ്വര്യാന്ന് എന്റെ അച്ഛൻ പ്രത്യേകം പറയലുണ്ടേ. റെഡിയാണല്ലോ അല്ലേ? എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ല സാർ. എന്റെ നെഞ്ഞു കിടന്ന് പടപടാന്ന് മിടിക്കുന്നു. നമ്മൾ ഒരുപാട് ചിന്തിക്കാതെയും പ്രതീക്ഷിക്കാതെയും സംസാരിക്കുമ്പോഴുണ്ടല്ലോ, അത് കേട്ടു നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ കൊള്ളും. സാറ് പറയുന്നതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക സാറേ. സുധാമണി ആദ്യമായി എന്നെ കാണാൻ വരുമ്പോ എന്തെങ്കിലും ഒരു പിടിവള്ളിയുടെ പിൻബലത്തോടെയാണോ വന്നത്? അല്ലല്ലോ. എന്നിട്ടും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ സധൈര്യം പറയാനും എന്നെ ബോധ്യപ്പെടുത്താനും സുധാമണിക്ക് കഴിഞ്ഞില്ലേ? പഠിക്കാനുള്ള ആഗ്രഹം സുധാമണിയുടെ മനസ്സിൽ എത്ര ശക്തമായിട്ടുണ്ടെന്നും സുധാമണി വാക്കുകൾ കൊണ്ട് എനിക്ക് കാണിച്ചു. അതിൽ കൂടുതലൊന്നും സുധാമണി ഇവിടെയും ചെയ്യേണ്ടതില്ല. എന്നെ കാണാൻ വരുമ്പോ പിന്നിൽ നിന്നും ആരും ധൈര്യം തരാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഞാനില്ലേ. അതുകൊണ്ട് ഒരു നെഞ്ചെടുപ്പും വേണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ.
സുധാമണിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു തടസ്സവും കൂടാതെ അവരുടെ മുന്നിലങ്ങ് പറഞ്ഞേക്ക്. സുധാമണിയുടെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ. പക്ഷേ ഹാളിലെ ബൾബൊന്നും എറിഞ്ഞു പൊട്ടിക്കരുത്. നമ്മൾ കലർപ്പില്ലാതെ സംസാരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് ഇടം പിടിക്കാൻ പറ്റുക. അതുകൊണ്ട് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. ഓക്കെ? ഓക്കെ സർ. ഞാൻ 100% കോൺഫിഡന്റ് ആണ്. ഈ കടമ്പ സുധാമണിക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കേറാം. ശരി സർ. വരൂ. ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷെ എന്തിനും ഏതിനും ഒരു തുടക്കം എപ്പായാലും ഉണ്ടാവണ്ടല്ലേ. പ്രായമായവരെയും സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന്റെ തുടക്കം എന്നിലൂടെ ഈ സ്കൂളിൽ നിന്നാവാലോ. എന്റെ ആവശ്യം ന്യായമല്ലേ സർ? അതെ. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പറഞ്ഞ സത്യ. വീട്ടിലുള്ള ആണുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം കഴിഞ്ഞിട്ടേ സ്ത്രീകളുടെ കാര്യം പരിഗണിക്കപ്പെടലുള്ളൂ. അതാണ് സത്യം. പക്ഷെ ഒരു വീട്ടമ്മ എന്നുള്ള നിലയില് എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ ഈ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ബാക്കി കിട്ടുന്ന കുറച്ച് സമയം പഠിക്കാനായിട്ട് ഞാൻ നീക്കിവെക്കുന്നു. ഈ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ വേറൊരു സ്കൂളെന്ന് പറഞ്ഞതാ. ഈ മൗനാന്ന് സഹായം തേടി ഒരു പിച്ചക്കാരിനെ പോലെ എന്നെ ഇങ്ങളെ മുന്നിലെത്തിച്ച്. എന്റെ ബുദ്ധിക്ക് കുറച്ച് വളം ഇടണമെന്ന് മാത്രമേ ഞാനിപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ. എന്റെ കോളനിയിലുള്ള അൻസാരി വക്കീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. അതന്നെ. അതുകൊണ്ട് നിയമപരമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എനിക്ക് അവകാശപ്പെട്ടതല്ലേ. രാത്രിയും പകലും ഒന്നില്ലാണ്ട് പണിയെടുത്ത് എന്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോയ വിദ്യാരേഖ പിന്നെയും എന്റെ കയ്യിൽ വരച്ചു ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും, പക്ഷെ പരിശ്രമിക്കാൻ അറിയാം. ഒരിക്കലും ഞാൻ നിങ്ങളെ ഒന്നും നിരാശപ്പെടുത്തൂല. ഒന്ന് നിവർന്നു നിൽക്കാൻ ഞാൻ നിങ്ങളെല്ലാം മുന്നിൽ അഭിമാനം വെടിഞ്ഞ് യാചിക്കുകയാണ്. കൈവിടരുത്. കിട്ടിയ സർ, എനിക്ക് അഡ്മിഷൻ കിട്ടിയ. വോട്ടിംഗ് ടൈ ആയി സുധാമണി. ടൈയോ? എന്നുവെച്ചാ ഞാൻ ഒഴികെയുള്ള 2 പേർ സുധാമണിക്ക് അനുകൂലമായും 2 പേർ സുധാമണിയുടെ അഡ്മിഷനെ എതിർത്തും വോട്ട് ചെയ്തു. സോ ഇറ്റ്സ് എ ടൈ. അത് സാരമില്ല. ക്രിക്കറ്റില് സാറ് കണ്ടിട്ടില്ലേ, 2 ടീമുകൾക്ക് ഒരേ സ്കോർ വന്നാ പിന്നെ സൂപ്പർ ഓവറില ആര് ജയിക്കുന്നു തീരുമാനിക്കുന്നത്. ഈടിയും സൂപ്പർ ഓവറിൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കും. അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? 2 ആൾ എന്റെ ഭാഗത്തും 2 ആൾ എനിക്കെതിരെ നിൽക്കുമല്ലേ ഇപ്പോ. അതെ. സാറിന്റെ വോട്ട് എനിക്ക് തന്നാ മതി.
അപ്പോ 3-2 അങ്ങനെ നോക്കുമ്പോ നമ്മൾ ജയിച്ചില്ലേ? ഇല്ല സുധാമണി, അത് നടക്കില്ല. എനിക്കിതിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സുധാമണിയുടെ ആപ്ലിക്കേഷൻ ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൂൾസ് പ്രകാരം പ്രപ്പോസൽ വച്ച ആൾക്ക് വോട്ടവകാശമില്ല. കുടുങ്ങിയല്ലോ എന്റെ മുത്തപ്പ. അപ്പൊ എതിർത്തും അനുകൂലിച്ചും 2 വോട്ടുകൾ വീതം വീണ നിലക്ക് തീരുമാനമെടുക്കാനായി ഒരു വോട്ട് കൂടി വേണ്ടേ? എക്സാക്ട്ലി. അതിനായി ഞാൻ ഹരീഷൻ സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഈ തർക്കത്തിൽ 5ാമത്തെ വോട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ വോട്ട് സുധാമണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്തെന്നായിരിക്കും ഹരികൃഷ്ണൻ സാറിന്റെ തീരുമാനം? അതെനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഹരീഷൻ സാർ ചെറുപ്പമാണ്, ബുദ്ധിശാലിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആർക്കും പ്രവചിക്കാനാവില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തെന്ന്? അനുകൂലമായ ഒരു തീരുമാനം ഹരികൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കതല്ലേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ട്രസ്റ്റിയിലെ 6ാമത്തെ മെമ്പറാണ്. സേവ് ഗ്രീൻ എന്നൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. പ്രായമൊന്നും നോക്കണ്ട. ഈ ചെറു പ്രായത്തിനുള്ളിൽ കരസ്ഥമാക്കിയ ബിരുദങ്ങൾക്കും വാരിക്കൂട്ടിയ അംഗീകാരങ്ങൾക്കും കണക്കില്ല. ഹീസ് ബീൻ അസോസിയേറ്റിംഗ് വിത്ത് അവർ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് 5 years. സേവ് ഗ്രീനിന്റെ ഒരു വലിയ ക്യാമ്പയിനിലായിരുന്നു ഒരു മാസമായി ഹരി. സോ കം ടു ദ പോയിന്റ്. ക്യാമ്പയിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു വരേണ്ടി വന്ന കാര്യം ഹരിക്കറിയാലോ. സുധാമണിയുടെ അഡ്മിഷന്റെ കേസിൽ 2 വോട്ടുകൾ അവർക്ക് ഫേവറബിൾ ആയും 2 വോട്ടുകൾ അവർക്ക് എഗൻസ്റ്റ് ആയും വീണിട്ടുണ്ട്. സോ ഡിസൈഡിംഗ് വോട്ട് ഈസ് യുവേഴ്സ് ഹരി. ഈ പറഞ്ഞ സുധാമണിയെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ഷീസ് ആൻ അമേസിംഗ് പേഴ്സണാലിറ്റി. അല്പസമയത്തിനുള്ളിൽ 1000 കാര്യങ്ങൾ ആരോടും പറയാനുള്ള അപൂർവമായ ഒരു കഴിവുണ്ട് അവർക്ക്. എന്തായാലും ആളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഹരികൃഷ്ണൻ സാർ ഏത് പക്ഷത്താണെന്ന് ഈസിയായിട്ട് തീരുമാനിക്കാമല്ലോ. മിസ്സസ് സുധാമണിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ സാറിന്റെ തീരുമാനം? തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനും അത് തന്നെയാ പറഞ്ഞത്. സുധാമണിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഏയ്, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പഠിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീയുടെ അഡ്മിഷൻ തടയുന്നതാണ് തെറ്റ്. നല്ല പുളിയുള്ള മാങ്ങ പഴുക്കുമ്പോ നന്നായി മധുരിക്കില്ലേ? പുളിമാങ്ങയുടെ സ്വാദ് പോലും മാറുമെങ്കിൽ സുധാമണിയുടെ രീതികൾ എന്തുകൊണ്ട് മാറിക്കൂടാ? സി, ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും വിശ്വനാഥൻ സാറിന്റെ അമ്മ നട്ടതാണ്. ആ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലം പോലും തനിക്കൊരിക്കലും കഴിക്കാൻ സാധിക്കില്ലെന്ന് ആ അമ്മയ്ക്ക് അറിയായിരുന്നു. എന്നിട്ടും അവർ ഈ മരങ്ങൾ നട്ടത് അടുത്ത തലമുറയ്ക്ക് ഇതിൽ നിന്നുള്ള മധുരഫലങ്ങൾ കഴിക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതേ ചിന്താഗതിയാണ് നമ്മളും വച്ചു പുലർത്തേണ്ടത്. വിശ്വനാഥൻ സാറിന് ഓർമ്മയുണ്ടോ? അന്ന് നൈറ്റ് സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ അത് പരാജയമായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. എന്നാൽ ജനങ്ങൾ അത് സ്വീകരിക്കുകയും ആ പദ്ധതി വിജയിക്കുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സുധാമണിയെ പോലെയുള്ള സ്ത്രീകൾക്ക് നൈറ്റ് സ്കൂളിന്റെ നിലവിലുള്ള ടൈമിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോ വി നീഡ് എ സൊല്യൂഷൻ ഫോർ ദം. വിജ്ഞാന സമ്പാദനത്തിനായി പ്രായമോ സമയപരിധിയോ ഒരു മാനദണ്ഡമാകരുത്. ആർക്ക് എപ്പോ വേണമെങ്കിലും വിദ്യ ആർജിക്കാമെന്നുള്ള ഒരു അവസ്ഥ സംജാതമാകണം. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളെ നമ്മൾ എങ്ങനെ മറികടക്കും? നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയല്ലേ സാർ? അത് അസൗകര്യമാണെന്ന് തോന്നിയാൽ തിരുത്തി എഴുതണം. ലോകം വളരുന്നതിനനുസരിച്ച് നിയമങ്ങളും കാലാനുസൃതമായി മാറേണ്ടതുണ്ട്. എന്ത് പണിയാ സുധാമണി നിങ്ങൾ ഈ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? സ്കൂളിന്റെ മുന്നിൽ വെച്ച് സൈക്കിളിൽ വന്നിറങ്ങുന്ന ഒരാളെ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിനെ. നിങ്ങൾ അയാൾ ആ സൈക്കിളിന്റെ വിലയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിന്ന് കേട്ടു. ഓ, ഞാൻ അതിന്റെ വില ചോദിച്ചു എന്നുള്ള സത്യ. അയാള് പറഞ്ഞ വില എനക്കത്ര വിശ്വാസായിട്ടില്ല. ഇല്ല സർ, ഞാൻ ഓറെ കളിയാക്കിയിട്ടൊന്നും ഇല്ലപ്പാ. പക്ഷെ അയാൾ അങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്.
അയാൾ ഓഫീസിൽ വന്ന് സുധാമണി അയാളെ കളിയാക്കി എന്നൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഉയ്യ്, ആ കുട്ടി എന്നോട് നന്നായിട്ട് തന്നെയാണല്ലോ സംസാരിച്ച്. ഞാൻ അനാവശ്യമായിട്ട് അയാളോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനാ? എന്തെന്നല്ല അപ്പ കേൾക്കുന്നു. എന്ത് മനുഷ്യരാ ഇവരല്ലോ. പുറമെ കാണുന്ന പോലെയല്ല ആൾക്കാരെ ഉള്ളിലിരിപ്പ്. ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര. സുധാമണി, ആ കംപ്ലൈന്റ് കാരണം സുധാമണിയുടെ അഡ്മിഷൻ ഹരികൃഷ്ണൻ സാറിന്റെ വോട്ടോടുകൂടി ട്രസ്റ്റ് അംഗീകരിച്ചു. എനിക്ക് അഡ്മിഷൻ കിട്ടി മാധവമ്മേ. ഗണേശ, അൻസാരി വക്കീല്, എനിക്ക് അഡ്മിഷൻ കിട്ടി. നന്ദി പുരുഷോത്തമൻ സാർ, 1 കോടി നന്ദി. അച്ഛാ, ഞാനൊരു പുതിയ യാത്ര തുടങ്ങുക. അനുഗ്രഹിക്കണെന്നെ. അതേടി, അമ്മ സെൽഫിഷാ. നീ അങ്ങനെ തന്നെ പറയണം. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് ഞാൻ ഇതെന്നെ കേൾക്കണം. അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ സുധേച്ചി. ചേച്ചി അതൊന്നും കാര്യാക്കണ്ട. മീനുവിനെ വിളിച്ചോണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ല് മോളെ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. അതിനേക്കാൾ ഭേദം വല്ല കടലിലും ചാടി ചാവുന്നതാ. എന്നാ നീ പറഞ്ഞേ? എന്താ നിർത്തിക്കളഞ്ഞേ? അടിക്കുന്നില്ലേ? ഞാനിതെന്നെ കേൾക്കണം. എനിക്കറിയോ മഞ്ജു, ഇവരെ അച്ഛന് ഉള്ളപ്പോ ഇല്ലാത്തപ്പോ ജീവിതത്തിൽ ഞാനൊന്നും സന്തോഷിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും ഞാൻ എന്നെ പറ്റി ആലോചിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എന്റെ മക്കള്, ഓരോ ഭാവി, ഓരോ പഠിപ്പ്, ഇതിനെപ്പറ്റി മാത്രം ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷം അനുഭവിക്കാൻ എനിക്കും അവകാശമില്ലേ? അങ്ങനെ എന്റെ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് എന്നെ നാണം കെടുത്തി അമ്മ അങ്ങനെ സന്തോഷിക്കണ്ട. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നാണക്കേട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അത് സത്യ. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ അപ്പുറം അനുഭവിക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവം കാണിച്ച ചതിനേക്കാളും വലുതല്ലല്ലോ എന്റെ മക്കൾ എന്നോട് കാണിക്കുന്നത്. ഒരു സ്ത്രീക്ക് സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ വേണ്ട സമയം ഏതാന്നറിയോ? ഓള് ഗർഭിണിയായിരിക്കുന്ന സമയം. ആ സമയത്ത് പോലും എനിക്ക് ഒരു സ്വസ്ഥതയും എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അച്ഛൻ അങ്ങനെ ആയിപ്പോയത്. അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ, മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇതുവരെ അമ്മ ജീവിച്ചതെന്ന്. അപ്പൊ എന്നെ അമ്മ അമ്മയുടെ മോളായിട്ട് കൂട്ടിയിട്ടില്ലേ? അതുകൊണ്ടാണോ എന്റെ സ്കൂളിൽ വന്ന് അമ്മ എനിക്ക് നാണക്കേടുണ്ടാക്കുന്നേ? അമ്മമാർക്ക് മാത്രമല്ല, പെൺമക്കൾക്കും അച്ഛന്റെ സ്നേഹവും കരുതലും ഒക്കെ വേണം. എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അമ്മ ഇതൊക്കെ ചെയ്യുമായിരുന്നോ? നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ നീ ഇപ്പൊ ഒന്ന് വീട്ടിലേക്ക് വാ മോളെ. അമ്മ എന്നോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ മീനാക്ഷി? ചെല്ല്, അമ്മയല്ലേ വിളിക്കുന്നേ? ഇല്ല, എന്നെ നാണം കെടുത്താനുള്ള ഈ തീരുമാനം ഉപേക്ഷിച്ചു എന്ന് പറയാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. അമ്മ കാരണം മോന്റെ മനസ്സമാധാനം പോയല്ലേ? അമ്മ ചെയ്തത് അത്രയ്ക്ക് വലിയ തെറ്റാന്ന് മോന് തോന്നുന്നുണ്ട? നീ എന്തെങ്കിലും ഒന്ന് പറ ബാലു. അപർണ എന്നെ വിളിച്ചിരുന്നു. അമ്മയുടെ സങ്കടങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അതൊക്കെ അവള് പറഞ്ഞ് ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല. എങ്കിലും അവളെ അമ്മ വിശ്വാസത്തിൽ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടമ്മേ. അമ്മയുടെ തീരുമാനത്തിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കാത്ത സങ്കടങ്ങളിലൂടെയൊക്കെ അമ്മ ജീവിച്ചു. ഞങ്ങളെ 3 മക്കളെ വളർത്താൻ വേണ്ടി അമ്മ പോരാടി. അമ്മയുടെ അഭിമാനത്തെക്കാളും സന്തോഷത്തെക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ല.
പക്ഷേ മീനാക്ഷി ചെറിയ കുട്ടിയാണ്. അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കാൻ അവൾക്ക് നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? അക്ഷരം പഠിക്കുന്നതും അറിവ് നേടുന്നതും ഏതൊരാൾക്കും അഭിമാനം തന്നെയാണ്. പക്ഷേ അവളുടെ സ്കൂളിൽ തന്നെ അമ്മ അത് അവൾക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസവും വിഷമവും കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ? അവളുടെ കൂട്ടുകാർക്കിടയിൽ നാണക്കേടുണ്ടെന്ന് അവൾ പറഞ്ഞു. അവളെ നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ ഈ പറയുന്നതിലെല്ലാം അവളുടേതായ ന്യായങ്ങളുണ്ടമ്മേ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതൊന്നും കണ്ണടച്ച് തള്ളിക്കളയാൻ എനിക്ക് കഴിയുന്നില്ല. അവളെന്റെ അനിയത്തിയല്ലേ അമ്മേ? നീ എന്നാ പറഞ്ഞു വരുന്നത്? എന്റെ തീരുമാനം തെറ്റായി പോയിന്നാ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. അമ്മയുടെ തീരുമാനം 100% ശരി തന്നെയാ. പക്ഷേ മീനാക്ഷി പറയുന്നതും ശരി തന്നെയല്ലേ അമ്മേ? ഈ രണ്ട് ശരികൾക്കിടയിലും എന്റെ മനസ്സിപ്പോ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുവോ അമ്മേ? ഒരാളുടെ ശരിക്ക് വേണ്ടി മറ്റൊരാളുടെ ശരിയെ തെറ്റാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അമ്മ ഇനി എന്ത് ചെയ്യണമെന്നാ അമ്മ പറയുന്നത്? തൽക്കാലം അമ്മയുടെ തീരുമാനത്തിൽ തന്നെ അമ്മ ഉറച്ചു നിൽക്കണം. ഞാൻ എങ്ങനെയെങ്കിലും മീനാക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൾക്കിത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ തീരുമാനം അവൾ അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിന് ശ്രമിക്കാം. ഇന്ന് ഏത് സാരിയാ ഉടുക്കണ്ടേ? ഇതാ. ഇത് മതി. ഓക്കെ അല്ലേ? സുധാമണി റീഓൾഡ്. റീഓൾഡ് അല്ല, റീലോഡഡ്. റീലോഡഡ്. എങ്ങനെയുണ്ട്? നല്ലേണ്ടാ? അമ്മ ഒരു മിനിറ്റ്. ഇവനിതോടെ പോയി. എന്നും ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോ അമ്മയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അമ്മയുടെ കൈ കൊണ്ടുള്ള ആഹാരം കഴിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ദിവസവും ആരംഭിച്ചത്. അതുകൊണ്ട് അമ്മയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം അമ്മ ഞങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അമ്മ വാ തുറന്നേ. മതി മതി മതി. ആ സമയായി. മീനാക്ഷിനെ ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോളാം. പോട്ടെ. ഓൾ ദി ബെസ്റ്റ് അമ്മ. താങ്ക്സ് മൈ സാഗർ എലിയാസ് ജാക്കി. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അത് നമ്മൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഈ ഉത്സാഹവും ചിരിയും ഒക്കെ. മോളെ മീനു, മീനാക്ഷി എണീക്ക് മോളെ. മോളെ വേണ്ട സുധേച്ചി, അവളെ വിളിക്കണ്ട. അവൾ ഇന്ന് സ്കൂളിൽ വരുന്നില്ലെന്ന് ഉറച്ച വാശിയില്ല. അതെങ്ങനെയാ ശരിയാവുക? ഓള് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഓളെ അറ്റൻഡൻസ് നഷ്ടപ്പെടൂലേ? ഇന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം പിന്നെ എങ്ങനെയാ ഓള് പഠിക്കുക? എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരില് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കൂല. മീനാക്ഷി മോളെ, സ്കൂളിൽ പോകാൻ സമയമായി. ചേച്ചി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇപ്പൊ അവളെ നിർബന്ധിച്ച് വിളിച്ചുണർത്തിയ അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അച്ഛനമ്മമാര് സ്കൂളിൽ കൊണ്ടുവിടാൻ ചെല്ലുന്നത് പോലും ഇഷ്ടാവില്ല. അവരുടെ അനുവാദമില്ലാതെ സ്കൂളിൽ പോയി അവരുടെ ടീച്ചറെ കാണുന്നതോ പഠനകാര്യങ്ങൾ അന്വേഷിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടാവില്ല. സ്കൂളും കൂട്ടുകാരും അവരുടെ കളിച്ചിരികളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ ഒരു പ്രത്യേക ലോകമായിട്ടാ അവർ കാണുന്നത്.
മോളെ അപ്പു എന്താ ലേറ്റ് ആയ? ബാലു ഓഫീസിൽ പോയല്ലോ. ഞാനിന്ന് ബാലുവിനെ പിക്ക് ചെയ്യാൻ വന്നതല്ല, പിന്നെ എന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മയെ കൊണ്ടുപോകാൻ വന്നതാ. ബാലുവിന് ഓഫീസിൽ ഇന്നൊരു ടീം ഡിസ്കഷൻ ഉണ്ട്. അതാ അല്പം നേരത്തെ പോയത്. എനിക്കത് കഴിയുമ്പോഴേക്കും ഓഫീസിൽ എത്തിയാ മതി. അപ്പൊ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് പോന്നത് എന്തിനാ? നല്ല ചോദ്യം. ഇന്ന് സ്കൂളില് ആന്റിയുടെ ഫസ്റ്റ് ഡേ അല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വാ. അപ്പു എനിക്കിപ്പോ എന്നാ തോന്നുന്നറിയാ? എന്താ? ഒരമ്മ മോളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വിടുന്ന പോലെ ഒരു തോന്നൽ. ആഹാ, അത് കൊള്ളാലോ. എന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാക്കിയല്ലേ? അയ്യോ അല്ല മോളെ, ഞാൻ ഈ പ്രായത്തില് എന്നെ തന്നെ ഒരു വിദ്യാർത്ഥിനിയാക്കിയതാ. എന്തായാലും ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മായിയമ്മയെ പഠിക്കാനായി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം മറ്റൊരു മരുമകൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന അമ്മായി അമ്മമാരും ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു മരുമോളും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഭാഗ്യം കിട്ടിയത് എനക്കാ. സത്യത്തിലില്ലേ, എനിക്ക് വല്ലാത്തൊരു സുഖ മനസ്സുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഇത്തിരി കഠിനമാണ്. എനിക്ക് ഈ കഠിനമായ വഴിയിലൂടെയുള്ള യാത്രയല്ലേ ശീലം മോളെ. ഇപ്പോ എളുപ്പമുള്ള വഴി കണ്ടാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട, ഞാൻ അങ്ങ് ജീവിച്ചു പോയിക്കോളൂ. 10ാം ക്ലാസ് ആണ് ആന്റി, അതും ഇംഗ്ലീഷ് മീഡിയം. ട്യൂഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അതിനാ മഞ്ജുളി ഉണ്ടല്ലോ, ഓളെ ഇംഗ്ലീഷ് അടിപൊളിയാ. ഓളെനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണക്ക്, അതിനെനിക്ക് ആരെ സപ്പോർട്ടും ആവശ്യമില്ല. പക്ഷെ ഞാൻ പെടാൻ പോകുന്നത് സയൻസിലാ. അതിന് പിന്നെ മോളുണ്ടല്ലോ അല്ലേ? ആ, നന്നായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും തല്ലുള്ളുന്നത് ആ ഒരു സബ്ജക്റ്റിന്. അത് ഞാൻ പഠിപ്പിച്ച ഉറപ്പായിട്ടും ആന്റി തോക്കും. അയ്യോ, എന്നാ നീ എന്നെ സയൻസ് പഠിപ്പിക്കണ്ട, എനക്ക് തോക്കാനാവൂലപ്പാ. ഞാൻ പഠിച്ച സെറ്റായ ശേഷം മോളെ ഞാൻ പഠിപ്പിക്കാം, എന്താ?